ഈ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ CPM-ന്റെ പങ്ക് സംബന്ധിച്ചൊരു ആരോപണം അത് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ, പ്രത്യേകിച്ച് അടുത്തിടെ ഉണ്ടായ കോടതി വിധിയുടെയൊക്കെ പശ്ചാത്തലത്തിൽ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ UDF ശ്രമിക്കുന്നുണ്ട്. KK രമ MLA, RMPയുടെ നേതാവ്, അവരും ഇത് വളരെ സജീവമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. അത് ഇത്തവണയും അത് വലിയ തോതിൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് KK ശൈലജയ്ക്ക് തലവേദന അല്ല എന്ന്, വ്യക്തിപരമായ തലവേദന അല്ലെങ്കിൽ കൂടി അത് ഇടതുമുന്നണിക്ക് ഒരു തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ വീണ്ടും തലവേദനയായിട്ടുണ്ടോ? ഒരുപക്ഷെ ശൈലജ ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ CPM കരുതിയ ഒരു പ്രധാനപ്പെട്ട ഘടകം ഇതാണ്. എങ്ങനെയാണ് ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകത്തെ തുടർന്ന് പാർട്ടിക്കുണ്ടായിട്ടുള്ള ഒരു പ്രതിച്ഛായ നഷ്ടം അതിനെ മറികടക്കാനാവുന്ന സ്ഥാനാർത്ഥി എന്നത് കൂടിയിട്ടാണ് ശൈലജ ടീച്ചറെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവരെ ഒരു പൊതു സ്വീകാര്യത, നേരത്തെ P. ജയരാജന് ഇല്ലാതിരുന്ന ഒരു സ്വീകാര്യത ഒരുപക്ഷെ ഉത്തര കേരളത്തിലെ മറ്റു CPM നേതാക്കൾക്ക് ആർക്കുമില്ലാത്ത ഒരു പൊതു സ്വീകാര്യത എന്ന ഘടകം വടകരയിൽ CPM പരിഗണിക്കാനുള്ളത് കാരണം ഈ ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നങ്ങളെ അതിജീവിക്കണമെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ടി.പി. ചന്ദ്രശേഖരന്റെ പ്രശ്നം അത് UDF ഉന്നയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായത്. കാരണം കുഞ്ഞനന്തന്റെ മരണത്തിന് പിന്നിൽ CPM തന്നെയാണെന്ന് KM ഷാജി പറയുകയും പിന്നീട് അത് VD സതീശനെയും സുധാകരനെ പോലുള്ള ഉയർത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പഴയ രീതിയിലുള്ള ഒരു എന്താ പറയുക, രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരെയുള്ള ഒരു വികാരമായിട്ട് അത് മാറ്റാൻ UDF-നോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിനോ സാധിച്ചിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ശൈലജ എന്ന സ്ഥാനാർത്ഥിയുടെ ഒരു സ്വീകാര്യത തന്നെയാണ്. കാരണം ഒരു കൊലപാതക രാഷ്ട്രീയത്തിന്റെ പ്രതീകമായിട്ടല്ല കേരള മനസാക്ഷിയുടെ മുന്നിൽ ശൈലജ ടീച്ചർ നിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ UDF എത്ര ശ്രമിച്ചിട്ടും ടി.പി. ചന്ദ്രശേഖരൻ എന്ന ഒരു പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ അത്ര വലിയ ചർച്ചാ വിഷയമായി മാറാത്തത് എന്നാണ് ഞാൻ കരുതുന്നത്. റൈറ്റ്. CPM-ന്റെ ഒരുപക്ഷെ അവരുദ്ദേശിച്ച തന്ത്രം ആദ്യഘട്ടത്തിൽ ഫലം കാണുന്നുവെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. CPM-ന്റെയും ഇടതുമുന്നണിയുടെയും ശക്തമായൊരു സംഘടനാ സംവിധാനം അത് KK ശൈലജ സ്ഥാനാർത്ഥിയായതുകൊണ്ട് കൂടുതൽ ഊർജ്ജസ്വലമായിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കം വേണ്ട. അതിനെ നേരിടാൻ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുരളീധരൻ 2019 വടകരയിൽ എത്തുമ്പോൾ മുരളീധരനെ സ്വീകരിച്ചത്, തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പ്രചരണം ഊർജിതമാക്കാൻ സാധിച്ചതൊക്കെ മുസ്ലിം ലീഗിൻ്റെ സംഘടനാ സംവിധാനമായിരുന്നു, മുസ്ലിം ലീഗ് പ്രവർത്തകരായിരുന്നു. മുരളീധരന് നിന്നതുപോലെ തന്നെ ഇക്കുറിയും ഷാഫി പറമ്പിലിനു വേണ്ടി മുസ്ലിം ലീഗ് പ്രവർത്തകരുണ്ട് എന്ന് MP പ്രശാന്ത് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ ഇത്തവണ ആവേശം കുറച്ച് കൂടിയതിൻ്റെ പ്രശ്നം ഷാഫിക്ക് നേരിടേണ്ടി വരുമോ? പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ടല്ലോ. അത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നുള്ളത് കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറി വരുന്നതാണ്. അപ്പോൾ നമ്മളൊരു 10-20 വർഷം മുമ്പ് കണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണ രീതിയല്ലല്ലോ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ എന്നുള്ളത് ഒരു പുതിയ കാലഘട്ടത്തിന്റെ ഒരു മാധ്യമം എന്ന നിലയിൽ അതിനെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. കാരണം ഒരു പുതിയ വോട്ടർമാരെ പുതുതായിട്ട് രാഷ്ട്രീയ രംഗത്ത് കടന്നു വരുന്ന ചെറുപ്പക്കാരെ ആകർഷിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ചില മാധ്യമങ്ങളുടെയോ അവരുടെ സഹായത്താൽ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന്, അത് മാത്രമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് തെറ്റിദ്ധരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഷാഫി അങ്ങനെ ഒരു ഘട്ടത്തിൽ കടന്നിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ഒരു സാഹസികത കാണിക്കുന്ന ചിലരെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയോ അല്ലെങ്കിൽ ട്രോളിലൂടെയോ ആണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ചിലരെങ്കിലും ആ മണ്ഡലത്തിൽ ഉണ്ടാവാം. അത് ഒരുപക്ഷെ എതിരാളിയെ അപ്പോൾ ശൈലജ ടീച്ചർ തന്നെ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടില്ല സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഇത്തരം പ്രചരണങ്ങളെ കുറിച്ച്. അത് ഒരുപക്ഷെ ഒരു ഘടകമാണ്. അത് ഉപയോഗിക്കുന്നത് എങ്ങനെ എന്നാണ്. ഇതൊരു മാധ്യമമാണ്, ഇതൊരു ടൂള് മാത്രമാണ്. അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം ഉണ്ടാകുന്നത്. റൈറ്റ്. ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ നിശ്ചയമായും വടകരയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാണ്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്, പ്രധാനപ്പെട്ട ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിം സമുദായത്തിന് വലിയ സ്വാധീനം ഉള്ള മണ്ഡലം എന്നുള്ള നിലയ്ക്ക്
ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാവാതെ പറ്റില്ല. അതിൽ തന്നെ CAA പോലെ അവരെ പ്രത്യേകമായി ബാധിക്കുന്ന സംഗതികളുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമുദായത്തിൻ്റെ വോട്ടിലുണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം പോലും വടകരയുടെ വിധി നിർണ്ണയിക്കുന്നതിൽ പ്രധാനമാകാൻ സാധ്യതയുണ്ട്. ശ്രീ MP പ്രശാന്ത്, ഈ CAA പോലുള്ള വിഷയങ്ങൾ വലിയ തോതിൽ ഉന്നയിക്കാൻ CPM ശ്രമിക്കുന്നുണ്ട്. അത് നിശ്ചയമായും വടകരയിൽ പ്രതിഫലിക്കാനുള്ളൊരു സാധ്യത അവിടെയുണ്ട്. അതങ്ങനെ നിൽക്കുമ്പോഴാണ് കാസർഗോട്ടെ റിയാസ് മൗലവി കേസിലെ വിധി വരുന്നത്, അതേ തുടർന്നുണ്ടായ ആക്ഷേപങ്ങൾ ഉയരുന്നത്. RSS പ്രതിസ്ഥാനത്തുള്ള കേസുകളിൽ പലതിലും പോലീസും പ്രോസിക്യൂഷനും പഴുതുകൾ ഉണ്ടാക്കി കൊടുത്ത് രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആക്ഷേപം ശക്തമാവുന്നു. അപ്പോൾ ഈ CPM അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചൊരു സമൂഹം ഉണ്ട്. CAA പോലുള്ള വിഷയങ്ങളിൽ തങ്ങൾ ആത്മാർത്ഥമായ നിലപാടെടുക്കുന്നു എന്ന് അവർ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ ഇതെന്ത് മാറ്റമാണ് വടകര പോലുള്ളൊരു മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്? ഇപ്പോൾ CAA എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അതിജീവനത്തിൻ്റെ പ്രശ്നം കൂടിയാണ് CAA എന്നുള്ളത്. പക്ഷേ അത് എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് പരിഹരിക്കേണ്ടത്, എങ്ങനെയാണ് അതിന് ഉത്തരം കാണേണ്ടത് എന്നതിനെക്കുറിച്ച് മുസ്ലിം സമുദായത്തിലെ സംഘടനകൾക്കും ഒരുപക്ഷെ CPM-നും രണ്ട് വ്യത്യസ്തമായ സമീപനങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കാരണം CPM ഇപ്പോഴും വളരെ ആവേശത്തോടു കൂടി CAA എന്ന് ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം സംഘടനകളുടെ നിലപാട് എന്നുള്ളത് അത് വളരെ ഒരുപക്ഷെ ലീഗലായി ഫൈറ്റ് ചെയ്യേണ്ടതാണ്, നിയമപരമായിട്ട് നേരിടേണ്ടതാണ്. അത് തെരുവിൽ നേരിടുമ്പോൾ സംഭവിക്കുന്നത് വാസ്തവത്തിൽ അമിത്ഷാ എന്താണ് CAA കൊണ്ട് ഉദ്ദേശിച്ചത് അത് നടത്തിക്കൊടുക്കുകയാണ്, ആ ട്രാപ്പിൽ വീഴുകയാണ് എന്നൊരു തിരിച്ചറിവ് മുസ്ലിം സംഘടനകൾക്കുണ്ട്. അതുകൊണ്ടാണ് പണ്ട് നമ്മൾ കണ്ടതുപോലുള്ള ഒരു രീതിയിലുള്ള ഒരു CAA വിരുദ്ധ സമരങ്ങൾ മുസ്ലിം സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാത്തത്. അതുകൊണ്ട് CPM ഉന്നയിക്കുന്ന ഈ CAA പ്രശ്നം വലിയ രീതിയിൽ വോട്ടായി മാറും എന്ന് കരുതാൻ പറ്റില്ല. കാരണം അതിന്റെ ഒരു ഘട്ടം കഴിഞ്ഞു പോയി. എന്തിനാണ് CAA കൊണ്ടുവന്നത്, എന്തായിരുന്നു ആ കൊണ്ടുവരുന്നതിന്റെ രാഷ്ട്രീയ ഉദ്ദേശം എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ മുസ്ലിം സമുദായത്തിനും മുസ്ലിം സംഘടനകൾക്കും ഉള്ളത് കൊണ്ട് ഈ CAA ഈ ഊന്നിക്കൊണ്ടുള്ള CPM പ്രചരണം വലിയ രീതിയിലുള്ള ഒരു വോട്ട് CPM-നോ LDF-നോ നേടുമെന്ന് ഞാൻ കരുതില്ല. മറിച്ച് രണ്ടാമത്തെ പ്രശ്നം ഉന്നയിക്കപ്പെട്ടത് റിയാസ് മൗലവിയുടെ കേസാണ്. ആ കേസിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും പിഴവുകൾ ഉണ്ടായി എന്ന് ജഡ്ജ്മെന്റിൽ പറയുമ്പോഴും അത് കൃത്യമായി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വാസ്തവത്തിൽ അങ്ങനെയുള്ള ഒരു കൃത്യമായ പാളിച്ചകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. വളരെ നന്നായിട്ട് തന്നെയാണ് ആ കേസ് നടത്തിയിട്ടുള്ളത്. ആ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ രീതിയിൽ തന്നെ അന്വേഷണം നടന്നിട്ടുണ്ട് മനസ്സിലാവുന്നത്. പക്ഷേ വിധി ഇങ്ങനെയായി തീർന്നു. വിധിയിൽ RSSകാരായ പ്രതികളെ വെറുതെ വിടുകയും ചെയ്തു. അത് ഒരു പ്രശ്നമായിട്ട് ഈ കോൺഗ്രസും മുസ്ലിം ലീഗും ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. അതിനൊരു പരിഹാരമായിട്ട് CPM കാണുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അതിന് ഒരു വിധി നേടുക എന്നുള്ളതാണ്. ഇതിനപ്പുറത്തേക്ക് ഇന്ന് സംഭവിച്ചൊരു കാര്യം എന്നുള്ളത് SDPIയുടെ പിന്തുണ UDF-ന് കിട്ടുന്നു എന്നുള്ളതാണ്. ഇത് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തന്നെ ചെറിയ രീതിയിൽ മാറ്റാൻ സാധ്യമാകുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അതിന് സാധ്യതയുള്ള ഒരു കാര്യമാണ് SDPIയുടെ ഈ UDF-ന് കൊടുക്കുന്ന സപ്പോർട്ട് എന്നുള്ളത്. അത് എങ്ങനെയാണ് ഈ ചർച്ചയായി വരുന്നത്, എങ്ങനെയാണ് അത് ഇലക്ഷൻ ക്യാമ്പയിനെ മാറ്റിമറിക്കാൻ പോകുന്നത് എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുള്ളൂ.